എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 18 ശ്ലോകം 21, 22, 23, 24, 25, 26, 27 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ ദേവയാനി കിണറ്റിൽ നിന്ന് രക്ഷിച്ചു യയാതി മഹാരാജാവ്. അപ്പോ ദേവയാനി പറയുന്നു, അങ്ങ് എന്നെ പാണിഗ്രഹണം ചെയ്തു, വസ്ത്രം തന്നു, ഇനി അങ്ങാണ് എന്റെ ഭർത്താവ് എന്ന് പറയുന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ഏഷ ഈശകൃതോ വീര സംബന്ധോ നൗന പൗരുഷ യദിദം കൂപലഗ്നായ ഭവതോ ദർശനം മമ. വീര, ഹേ ശൂര, നൗ നമ്മളുടെ, ഏഷ സംബന്ധ ഈ ചേർച്ച, ഈശകൃത ഈശ്വരനാൽ ചെയ്യപ്പെട്ടതാകുന്നു, ന പൗരുഷ പുരുഷകൃതം അല്ല, യത് എന്തുകൊണ്ടെന്നാൽ, കൂപലഗ്നായ മമ കൂപത്തിൽ വീണുകിടക്കുന്ന എനിക്ക് ഭവത ദർശനം ഭവാന്റെ ഈ കാഴ്ച ഉണ്ടായി. ദേവയാനി പറയുന്നതാണ്, ഞാൻ ഒരു ബ്രാഹ്മണപുത്രി, അങ്ങോ ക്ഷത്രിയൻ, അങ്ങനെ ഇരിക്കെ ഇങ്ങനെ വിപരീതമായിട്ടുള്ള ഈ വിവാഹം നടക്കാൻ പാടുണ്ടോ? അത് നിന്ദ്യല്ലേ എന്ന് അങ്ങ് വിചാരിക്കണ്ട. നമ്മളുടെ ഭാര്യാഭർത്തൃ രൂപമായ ഈ ചേർച്ച ഈശ്വരേച്ഛ കൊണ്ട് സംഭവിച്ചതാണ്. അല്ലെങ്കിൽ ഇപ്പോ ഈ കിണറ്റിൽ കിടക്കുന്ന എന്നെ അങ്ങ് കാണേണ്ട ആവശ്യമില്ലല്ലോ. അതാണ്. അതുകൊണ്ട് ദോഷം ഒട്ടും വിചാരിക്കണ്ട. ഇത് പുരുഷ പ്രയത്നം കൊണ്ടുണ്ടായതല്ല, ദൈവേച്ഛ കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്നു. കിണറ്റിൽ വീണ് കിടക്കുന്ന എനിക്ക് അങ്ങയുടെ ദർശനം ഉണ്ടായതുകൊണ്ട് ദൈവ സങ്കല്പം തന്നെയാണ് ഇതെന്ന് ഞാൻ ഊഹിക്കണം. വസ്ത്രഹീനയായ എനിക്ക് വസ്ത്രം തന്നതും അങ്ങ് തന്നെയല്ലേ. വസ്ത്രം കൂടി തന്നു, പാണിഗ്രഹണം ചെയ്തു എന്നതാ പിന്നെയും പറയുന്നു. ന ബ്രാഹ്മണോ മേ ഭവിത ഹസ്തഗ്രാഹോ മഹാഭുജ കജസ്യ ബാർഹസ്പത്യസ്യ ശാപാൽ യമശപം പുരാ. യം യാതൊരുവനെ പുരാ അശപം മുമ്പിൽ ഞാൻ ശപിച്ചുവോ, ബാർഹസ്തപത്യസ്യ ബൃഹസ്പതിയുടെ പുത്രനായ കജസ്യ ശാപാൽ കജന്റെ ശാപം ഹേതുവായിട്ട് ബ്രാഹ്മണൻ മേ ഹസ്തഗ്രാഹ എന്റെ ഭർത്താവായിട്ട് ന ഭവിത വരില്ല, ഭവിക്കയില്ല. ദേവയാനി പറയണു, ഹേ മഹാപരാക്രമശാലിയായിട്ടുള്ള രാജാവേ, അങ്ങ് ഒരു ബ്രാഹ്മണനെ ഭർത്താവായിട്ട് സ്വീകരിക്കാനാണ് എന്നോട് പറയണെന്ന് വെച്ചാൽ ഇത് പറയരുത്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് കജന്റെ ഒരു ശാപം കിട്ടിയിട്ടുണ്ട്, ഒരു ബ്രാഹ്മണൻ ഭർത്താവായിട്ട് വരില്ല എന്ന് നിനക്ക് ഭവിക്കാതിരിക്കട്ടെ എന്ന് കജൻ എന്നെ ശപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബ്രാഹ്മണൻ എനിക്ക് ഭർത്താവായിട്ട് വരില്ല. ശുക്രമഹർഷിയുടെ അടുത്ത് ഈ കജൻ മൃതസഞ്ജീവനി വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് വരികയുണ്ടായി. അന്ന് താമസിച്ചു. അപ്പോ ദേവയാനിക്ക് കജനോട് പ്രേമം തോന്നി. അപ്പോ കജൻ പറഞ്ഞു, ഗുരുപുത്രി ആയതുകൊണ്ട് പൂജ്യയാണ് എനിക്ക്, ഞാൻ ഒരിക്കലും ഞാനത് ചെയ്യില്ല, നിന്ദ്യമായിട്ടുള്ള കാര്യം, അതുകൊണ്ട് ഞാൻ നിന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നത് സമുചിതല്ല പറഞ്ഞു കജൻ. അപ്പോ ദേവയാനി വല്ലാത്ത സങ്കടമായിട്ട് കജനെ ശപിക്കുകയാണ്. അങ്ങ് ഏത് വിദ്യയാണോ അഭ്യസിച്ചത് അച്ഛന്റെ അടുത്ത്, ആ വിദ്യ ഫലിക്കാതെ പോകട്ടെ എന്ന് ശപിച്ചു. അപ്പൊ കജനെ അങ്ങോട്ടും ശപിച്ചു, നിനക്ക് ഒരു ബ്രാഹ്മണൻ ഭർത്താവായി ഭവിക്കാതിരിക്കട്ടെ എന്ന് കജനെ ശപിച്ചു. ആ കഥയാണ് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. യയാതി അനഭിപ്രേതം ദൈവോപഹൃതമാത്മന മനസ്തു തൽഗതം ബുദ്ധ്വാ പ്രതിജഗ്രാഹ തദ്വച. യയാതി അനഭിപ്രേതം, അഭിപ്രായപ്പെടാത്തതാണെങ്കിലും, ദൈവോപഹൃത ദൈവത്താൽ പ്രാപിക്കപ്പെട്ടതായിട്ടും, ആത്മന മനതു തന്റെ മനസ്സാകട്ടെ, തൽഗതം അവളിൽ പ്രവേശിച്ചതായിട്ടും, ബുദ്ധ്വ അറിഞ്ഞിട്ട്, തദ്വച അവളുടെ വചസ്സിനെ പ്രതിഗ്രഹിച്ചു. ഇത് ശാസ്ത്രത്തില് നിഷേധിക്കപ്പെട്ടതാണ് ഈ വിവാഹം. അത്ര സമ്മതമൊന്നുമല്ല യയാതിക്ക്, അങ്ങനെയൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ദേവയാനി പറഞ്ഞ പോലെ ആലോചിച്ചു നോക്കിയപ്പോൾ യയാതിക്കും തോന്നി, ശരിയാണിത്, ഇത് യാദൃച്ഛികമായിട്ടല്ല, ഈശ്വരേച്ഛ ഇത് തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്ക് ശരിക്കും ഒരു അന്യ സ്ത്രീയോട് ഇങ്ങനെ പ്രേമം തോന്നാത്തതാണ്. എന്തോ ഒരു ആഗ്രഹം
ആഗ്രഹം തോന്നുന്നു ഈ ദേവയാനിയോട്, അതും ഈശ്വരഹിതം ഇതായിരിക്കും, ഈ വിവാഹമായിരിക്കും നടക്കേണ്ടത് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം യയാതി ദേവയാനി പറഞ്ഞത് സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, പിതാവിന്റെ ആഗ്രഹം അതാണെങ്കിൽ, പിതാവ് നിന്നെ എനിക്ക് വിവാഹം കഴിച്ചു തരികയാണെങ്കിൽ ഞാൻ നിന്നെ സ്വീകരിക്കാം എന്ന് പറഞ്ഞു. ഗതേ രാജനിസാവീരെ തത്ര സ്മരുദതി പിതു നിവേദയൽ തത സർവമുക്തം ശർമ്മിഷ്ഠയാ കൃതം. വീരേ രാജനി ഗതേ, വീരനായ രാജാവ് ഗതനായപ്പോൾ പോയപ്പോൾ, തത്ര അവിടെ, സാരുദതി അവൾ കരയുന്നവളായിട്ട്, തഥാ പിന്നെ, ശർമ്മിഷ്ഠയാൽ ഉക്തം കൃതം സർവം പറയപ്പെട്ടതും ചെയ്യപ്പെട്ടതുമായ സർവവും പിതു നിവേദയൻ പിതാവിനോട് അറിയിച്ചു. അപ്പൊ യയാതി മഹാരാജാവിന് ശർമ്മിഷ്ഠയെ വിവാഹം ചെയ്യേണ്ടി വന്നതും ദൈവേച്ഛ തന്നെയാണ്. അത് പറയണു, ഈശ്വരഹിതം പോലെയാണ് അതും സംഭവിച്ചത്. വീരനായിട്ടുള്ള ആ യയാതി രാജാവ് പോയ ഉടനെ ദേവയാനി അവിടെ കരയാൻ തുടങ്ങി. കരഞ്ഞു അച്ഛൻ്റെ അടുത്ത് ശർമ്മിഷ്ഠ തന്നെ ഭിക്ഷക്കാരിയാണെന്ന് പറഞ്ഞതും പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടതും ഒക്കെ പിതാവിനോട് പറഞ്ഞു. ദേഷ്യം വന്നു, സങ്കടം വിഷമൊക്കെ ആയി ശുക്രമുനിക്ക്. ദുർമനാ ഭഗവാൻ കാവ്യ പൗരോഹിത്യം വിഗർഹയൻ സ്തുവൻ വൃത്തിം ചകാപോതിം ദുഹിത്രാസയൗ പുരാൽ. ഭഗവാൻ കാവ്യ, ഭഗവാനായ ആ ശുക്രൻ, ദുർമന മനസ്സുഖമില്ലാത്തവനും, പൗരോഹിത്യം പുരോഹിത വൃത്തിയെ, വിഗർഹയൻ നിന്ദിക്കുന്നവനും, കാപോതിയും വൃത്തിയും കപോത സംബന്ധിയായ വൃത്തിയെ, സ്തുവൻ സ്തുതിക്കുന്നവനുമായിട്ട്, അവൻ പുരത്തിൽ നിന്ന് ദുഹിത്ര പുത്രിയോടുകൂടി യയവ് പോയി. കേട്ടപ്പോ ശർമ്മിഷ്ഠ എങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കേട്ടപ്പോ മഹാജ്ഞാനിയായ ശുക്രമുനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. പുരോഹിത വൃത്തിയെ വെറുത്തു. ഇതിലും ഭേദം യാചിക്ക് തന്നെയാണ്, ഉഞ്ചവൃത്തിയാണെന്ന്, അതാണ് ശ്രേഷ്ഠം എന്ന് കരുതി അവിടുന്ന് കൊണ്ട് പോയി. പുത്രി സഹിതനായിട്ട് അസുര രാജാവായ വൃഷപർവാവിന്റെ രാജധാനിയിൽ നിന്ന് ഇറങ്ങിയാണ്ട് പോയി. വല്ലാത്ത ദുഃഖമായിട്ട്. വൃഷപർവാതമാജ്ഞായ പ്രത്യനീക വിവക്ഷിതം ഗുരും പ്രസാദയൻ മൂർധന പാദയോ പതിതപതി. വൃഷപർവാവ് തം ഗുരും, ആ ഗുരുവിനെ, പ്രത്യനീക വിവക്ഷിതം എതിരാളികൾക്ക് ജയത്തെ ആഗ്രഹിക്കുന്നവനായി, ആജ്ഞായ അറിഞ്ഞിട്ട്, പഥി മാർഗത്തിൽ, മൂർധനാ പ്രസാദയൻ ശിരസ്സുകൊണ്ട് പ്രസാദിപ്പിക്കുന്നവനായിട്ട്, പാദയോ പതിത പാദങ്ങളിൽ പതിച്ചു. വൃഷപർവാവ് ഇതറിഞ്ഞപ്പോ തന്റെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യൻ ഇറങ്ങിപ്പോയായി. തന്റെ ശത്രുക്കളായ ദേവന്മാർക്കായിരിക്കും ഇനി ജയം, സംശയമില്ല. അത് വിചാരിച്ച് വേഗം പിന്നാലെ ഓടിച്ചെന്ന് ഗുരുവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വഴിയിൽ വെച്ച് തന്നെ കാല് പിടിച്ചങ്ങോട്ട് അവിടെ കിടന്നു. തൃപാദങ്ങളുടെ 2 കാലുകളിലും ഗുരുവിന്റെ കാലങ്ങളിൽ പിടിച്ചിട്ട് അവിടെ കിടന്ന് നമസ്കരിച്ചു. ക്ഷണാർത്ഥമന്യുർ ഭഗവാൻ ശിഷ്യം വ്യാജഷ്ട ഭാർഗവ കാമോസ്യാക്രിയതാം രാജൻ നൈനാം ത്യക്തുമിഹോത്സഹേ. ക്ഷണാർത്ഥമന്യു, ക്ഷണാർത്ഥം കോപത്തോടുകൂടിയ ഭഗവാൻ ഭാർഗവ, ഭഗവാനായ ശുക്രൻ, ശിഷ്യം വ്യാജഷ്ട ശിഷ്യനോട് പറഞ്ഞു, രാജൻ, ഹേ രാജാവേ, അസ്യാ കാമക്രിയതാം ഇവളുടെ അഭിഷ്ടം സാധിപ്പിക്കുക, ഇഹ ഈ അവസരത്തിൽ, ഏനാം തെക്തും ഇവളെ ത്യജിക്കാനായിക്കൊണ്ട്, ന ഉത്സഹേ ശക്തനല്ല. വളരെ വിവേകമുള്ള മഹർഷിയാണ് ശുക്രമുനി. അപ്പൊ കുറച്ചു നേരം, അരനിമിഷത്തിലധികം കോപം നിൽക്കില്ല അദ്ദേഹത്തിന്. ആ വൃഷപർവാവ് കാൽക്കൽ വന്നു നമസ്കരിച്ച അപ്പൊ തന്നെ ദേഷ്യമൊക്കെ കോപമൊക്കെ അങ്ങോട്ട് മാറി ശുക്രമുനിയുടെ. എന്നിട്ട് പറഞ്ഞു, വൃഷപർവാവിനോട് പറഞ്ഞു, ഹേ രാജൻ, ഞാൻ ക്ഷമിക്കാം, പക്ഷെ ഇവളുടെ അഭിഷ്ടം എന്തായാലും അത് സാധിപ്പിക്കണം. ഈ ദേവയാനി പറയട്ടെ, ദേവയാനി നിശ്ചയിക്കണ പോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അവളെ ഞാനിപ്പോ ഉപേക്ഷിക്കില്ല. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.